5 തലങ്ങളിലും ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ല, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകൾ തത്സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നമ്മൾ പകർന്നു നൽകുകയാണ്. ഒരു സെക്കൻഡിന്റെ പോലും ഡിലേ ഉണ്ടാകാതെ അത് അതായപടി നമ്മൾ എയറിലേക്ക് വിടുകയാണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് അപ്പോഴും ആ സ്ഥിതി തന്നെയാണ് തുടരുന്നത്. LDF 5 തലങ്ങളിലും ലീഡ് ചെയ്യുകയാണ്. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. മുനിസിപ്പാലിറ്റി പക്ഷേ ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്നു എന്ന് തന്നെ പറയണം. 45-37 എന്ന നിലയ്ക്ക് മാത്രമാണ് ആ മേൽക്കൈ നിൽക്കുന്നത്. കോർപ്പറേഷനിൽ പലയിടത്തും നെറ്റ് ടു നെറ്റ് ഫൈറ്റ് നടക്കുന്നത് കൊണ്ട് 4-2 എന്നത് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ട്രെൻഡായിട്ട് 22% സീറ്റുകളിലെ ഫലം വന്നപ്പോൾ ആന്റണി രാജു, ഇത് ട്രെൻഡാണെങ്കിൽ ഒരുപക്ഷെ സർവത്ര ഇടതുപക്ഷ മേൽക്കോയ്മ, ഞാൻ ഉദ്ദേശിക്കുന്ന 5 തലങ്ങളിലും ആന്റണി രാജു ഒരിക്കലും UDF പ്രതീക്ഷിക്കാത്ത, UDFിൻ്റെ പ്രതീക്ഷകൾ എല്ലാവരും രഹസ്യമായിട്ടും പരസ്യമായും പറഞ്ഞത് 60+, 70 ഉണ്ടാവില്ല, 60+ അല്ലേ അജിത്തെ? അങ്ങനെയല്ലായിരുന്നു, 60+ എന്നുള്ള രൂഢമൂലമായിട്ടുള്ള ഒരു വിശ്വാസത്തിൽ നിന്ന് ഗണ്യമായിട്ട് ഒരു ചോർച്ച സംഭവിക്കുന്ന ഒരു സാഹചര്യം. ആന്റണി രാജു ക്യുക്കായിട്ട് 2010 ഞങ്ങളൊക്കെ ഒരു താരതമ്യം ചെയ്തത്. പക്ഷേ അത് ആ താരതമ്യ പഠനം ശരിയായില്ല. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇതിലേക്ക് വന്നില്ല. ഏതാണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോഴും. UDFിന്റെ കണക്കുകൂട്ടുകൾ പാളി, കണക്കൂട്ടലുകൾ UDFിന്റെ കണക്കുകൂട്ടുകൾ പാളി എന്നാണ് ആന്റണി രാജു ഈ സമയത്ത് പറയുന്നത്. പിഴച്ചു അല്ല, അങ്ങനെ ഒരു ഇലക്ഷൻ നമുക്കതൊന്നും പറയാനൊന്നും പറ്റൊന്നുമില്ല. സഖ്യകക്ഷിയാണ് ആയിക്കോട്ടെ, ഞാനാ സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ളൂ. 8 MLA-മാരുണ്ട്. ആരാന്ന് ഉദ്ദേശിക്കുന്ന PC ജോർജ് ആണ്. എങ്ങോട്ട് പോകാന്നുള്ളതാണ്. അതായത് ചെറിയ പിഴവുകളുണ്ടെന്ന് ഞാനും സമ്മതിക്കുന്നുണ്ട്. ചെറിയ പിഴവുകൾ സംഭവിച്ചു. ആ പിഴവുകൾ ഏതാണെന്നുള്ള പിന്നീട് പറയാം. അപ്ഡേറ്റിംഗ് 5-1 കോർപ്പറേഷൻ 5 LDF 1 UDF. കണ്ണൂരിലെ LDF മുമ്പിൽ എത്തിയിരിക്കുന്നു. അതാണ് കാര്യം. കണ്ണൂരിലെ LDF മുമ്പിൽ എത്തിയിരിക്കുന്നു. കൊച്ചി മാത്രമേ ഉള്ളൂ. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, കണ്ണൂർ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പ്രദേശമാണ്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ UDFിന്റെ കോട്ടയാണ്. അതായത് ലീഗും കോൺഗ്രസും കൂടെ ചേർന്നാൽ പിന്നെ വേറൊരു പാർട്ടിക്ക് സ്പേസ് ഇല്ല. കണ്ണൂരും പക്ഷേ വിമതശല്യം നല്ലോണം ഉണ്ട്. ഞാൻ പോയ സ്ഥലമാണ് കണ്ണൂര്, വളരെയധികം വിമതശല്യം. 1-2 വിമതന്മാര് ജയിക്കുമെന്ന് അവിടെ പറഞ്ഞു കേട്ടിരുന്നു. ആണ് ഈ നിമിഷത്തിലെ ഫലസൂചകങ്ങൾ. LDF ഗ്രാമപഞ്ചായത്ത് 352, UDF 276, ബ്ലോക്ക് 89-50, ജില്ലാ പഞ്ചായത്തുകൾ 8-6, മുനിസിപ്പാലിറ്റി ഒപ്പത്തിനൊപ്പം 42-42. അതേഴ്സാണ് 2, BJP അല്ല. ഗ്രാമപഞ്ചായത്തിലാണ് BJP 24, ബ്ലോക്കിൽ 2 കോർപ്പറേഷൻ 5-1. ഈ നിമിഷം തെരഞ്ഞെടുപ്പിന്റെ ഫലം ഡോക്ടർ ഐസക്കിന്റെ പാർട്ടിക്ക് കോർപ്പറേഷൻ സ്റ്റാറ്റസ് ക്യുക്കായിട്ട് നോക്കാം. കണ്ണൂര് 15-17, മറ്റുള്ളവർക്കൊന്നും ആർക്കും ഇല്ല. ഞാൻ വിചാരിച്ചു വേണന്മാരുണ്ടാവുന്നു. 15-17. കൊച്ചി 30 കൊടുത്തു, നമ്മൾ കൊടുത്തതല്ലേ, കൊടുത്തു. 30-11, 2-9, BJP 2. കൊല്ലം 8-18-1-1. കോഴിക്കോട് LDFിന് കൊടുക്കാൻ വേണമെങ്കിൽ 11-27, BJPക്ക് ഉണ്ടായിരുന്ന 1 പോയിരിക്കണു, അത് അതേഴ്സിലേക്ക് വന്നിരിക്കുന്നു. ശോഭ മുമ്പ്, ഈ കുറിയല്ല, മുമ്പ് BJPക്ക് ഉണ്ടായിരുന്ന സ്ഥലമാണ് കോഴിക്കോട്. തിരുവനന്തപുരം രസകരമായ പോളിംഗ്. 11 സീറ്റിൽ വാർഡിൽ BJP മുന്നോട്ട് നിൽക്കുന്നു. UDF 10, LDF 29, മറ്റുള്ളവർ 4. UDF ഇപ്പോഴും 3-ാം സ്ഥാനത്ത് തന്നെ. തൃശ്ശൂര് LDFിന് വ്യക്തമായ ലീഡ് 10, UDFിന് 7, BJP 4. പത്മജ വേണുഗോപാലിന്റെ വാർഡിൽ പോലും BJP ജയിക്കുന്നു. അതെ, 5 തലങ്ങളിലും LDF ലീഡ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഈ നിമിഷം. ഇതിനകത്ത് നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് UDFിന് മേൽക്കോയ്മ കിട്ടാൻ സാധ്യതയുള്ള മുനിസിപ്പാലിറ്റിയിലാണ്. കാരണം 40 ഇത്തിരി മാറ്റം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 43-40 ആണെങ്കിൽ തന്നെയും മുനിസിപ്പാലിറ്റിയിൽ UDFിന് മേൽക്കോയ്മ കിട്ടാൻ സാധ്യതയുണ്ട്. മുനിസിപ്പാലിറ്റി സമാസമമായി കൂടായില്ല, അല്ലെങ്കിൽ പ്ലസ്, അതായത് സമാസമമാണ്. എങ്ങനെ പോയാലും ഐസക്ക് താങ്കൾക്ക് 3 കിട്ടും, അതാണ് താങ്കൾ പറയുന്നത് അല്ലേ? എങ്ങനെ പോയാലും ഇവന്റെ വേഴ്സ്റ്റ് സിനോറിയയിൽ താങ്കൾ 50% കോർപ്പറേഷൻ താങ്കൾ ഭരിക്കും. മുനിസിപ്പാലിറ്റി, ജില്ലാ പഞ്ചായത്ത് സമാസമം. പിന്നെ UDF പുറകോട്ട് പോകില്ല.
പുറകോട്ട് പോകില്ല എന്ന് വെച്ചാൽ മുമ്പോട്ട് പോകണമെന്നില്ല അല്ലേ? അതല്ലേ സമാസമായിരിക്കും, സമാസമാവാനുള്ള സാധ്യതയാണ്. ഈ ആന്റണി രാജുവിന്റെ ഭാഷ ഭയങ്കര പ്രശ്നമാണ്. അതായത് ഇത് അല്ല, ഒന്നും ജില്ലാ കൂടി പഞ്ചായത്ത് അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. കാരണം പൊളിറ്റിക്കലാണ്. ജില്ലാ പഞ്ചായത്തിൽ പൊളിറ്റിക്കൽ ആയതുകൊണ്ട് ഒരു 6-8 ലെവൽ നിൽക്കാനാണ് സാധ്യത. നിൽക്കുന്നത്. ഇപ്പൊ 6-8-ലാണ്. അതിൽ നിൽക്കാനാണ് സാധ്യത. 9-5 ആണെങ്കിലും 9-5 9-5 അത് മാറി 6-8 കുറഞ്ഞത് 6-8. എന്തായാലും ഈ സമയത്ത് ട്രെൻഡ് ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് പത്മജ പറയേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ഐസക് ഒന്നും കൂടെ ചിരിക്കുന്നത് ഒരു അല്ല, ഡോക്ടർ ഐസക് ചിരിച്ചിട്ട് ഒരുപാട് കാലമായി. അല്ല ബ്രിട്ടാസെ, ഒരു കാര്യമുണ്ട്. ഈ വോട്ടർമാര് അഹങ്കാരം ആരും കാണിക്കേണ്ടെന്നൊരു സംഭവം കൂടെ കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്രമാദിത്വം ആർക്കും വേണ്ട. ഡോക്ടർ ഐസക് 25%. അതുകൊണ്ടാണ് ഐസക് അത്ര തുറന്നു ചിരിക്കാത്തത്. അല്ല, ഐസക് ഐസക് അങ്ങനെ വല്ലതും ഉണ്ടോ? ഡോക്ടർ ഐസക് ചിരിച്ചിട്ട് ഒരുപാട് കാലമായി കേട്ടോ. ഈ വിജയത്തിന്റെ ഭാരം എങ്ങനെ പേറുന്നു? ഡോക്ടർ ഐസക് ചിരിച്ചിട്ട് ഒരുപാട് കാലമായി. അല്ല, ആന്റണി രാജു ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലെങ്കിലും ചിരിക്കുന്നുണ്ട്. ഡോക്ടർ ഐസക്കിന് ഒരിക്കലും ചിരി പോയിട്ടിരുന്നില്ല. ഞാൻ എപ്പോഴും കാണുന്ന ആളായതുകൊണ്ട് പറയാണ്. ഗ്രാമപഞ്ചായത്തുകൾ 358 LDF, UDF 295 മാറി 366 LDF. ഇതാണ് ലേറ്റസ്റ്റ് ഇപ്പോൾ കിട്ടിയ അപ്ഡേഷൻ. UDF 282, മറ്റുള്ളവർ 30, BJP 30. ഗ്രാമപഞ്ചായത്തുകൾ BJP 2 ഗ്രാമപഞ്ചായത്ത് മാത്രമേ ഞങ്ങൾ ഭരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കേരള രാഷ്ട്രീയം മാറി മറിയാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അല്ല, BJPയുടെ ചില സ്ഥലത്തുള്ള പെർഫോമൻസ് നമ്മൾ അണ്ടർമൈൻ ചെയ്യാൻ പാടില്ല. തിരുവനന്തപുരത്ത് CPMന്റെ 4 സിറ്റിംഗ് സീറ്റുകൾ വാർഡുകളാണ് BJP പിടിച്ചെടുത്തിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ചെറിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ്. പക്ഷേ എങ്കിൽ പോലും അതൊരു ഇൻഡിക്കേറ്ററാണ്. എന്താ കാരണം വെച്ചാൽ 2 മുന്നണിയെയും BJP SNDP ഫാക്ടർ കട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ 9-5 എന്ന നിലയ്ക്ക് LDFന്റെ ആധിപത്യം തന്നെ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അത് കൂടി വരുന്നു. മുനിസിപ്പാലിറ്റിയിൽ 41-42. കണ്ണൂർ ഡോക്ടർ ഐസക് ഒപ്പത്തിനൊപ്പം. കണ്ണൂർ കോർപ്പറേഷൻ കുറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ 17-17. ഒരുപക്ഷെ UDFന് കിട്ടേണ്ട ഒരു കോർപ്പറേഷൻ ആണെന്നുള്ളത് കൊണ്ടായിരിക്കാം അതിലേക്ക് പയ്യെ കാര്യങ്ങൾ നീങ്ങുന്നു. ഒപ്പത്തിനൊപ്പം അങ്ങനെ വരുമ്പോൾ 4-2 വരുന്നു. 4-2 വരുന്നു. തുല്യമായിട്ടല്ല. കണ്ണൂര് ആത്യന്തികമായി UDFനെ ലഭിക്കൂ. UDFനായിരിക്കും അവസാനം ഐസക്കിനകത്ത് അത്ഭുതമൊന്നുമില്ലല്ലോ. അത് പോയാലും അതിനകത്തൊരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമില്ല. ഞാനങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല ആരും കണ്ണൂര് LDF വിജയിക്കും ഉറപ്പ്. അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ലെന്ന് പറയാം. തീർച്ചയായിട്ടും കണ്ണൂർ UDF വിജയിക്കുന്നു മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞങ്ങളുടെ അനാലിസിസും UDF വ്യക്തമായ ലീഡ് പാലിക്കുന്നു. പണ്ട് ഈ കണ്ണൂരൊക്കെ ഒരു ടോക്ക്, കണ്ണൂർ എന്തുകൊണ്ട് കോർപ്പറേഷൻ ആക്കുന്നില്ല, 2 പേർക്കും താല്പര്യമില്ല. കാരണം UDFന് അത് കയ്യിൽ വെള്ളയിൽ ഒതുങ്ങുന്നതാണ്. ലേറ്റസ്റ്റ് ആയ 370 കോർപ്പറേഷൻ പിന്നെയും മാറി. 5-1 അവിടെ മാറിയിട്ടുണ്ടാവും. ഇത് കണ്ണൂർ തന്നെ മാറിയിട്ടുണ്ടാവും. പ്രേക്ഷകർക്ക് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് 4-2 തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത് നമുക്കൊന്നും പറയാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണ്. ഒരുപക്ഷെ ഇത് കണ്ടിരിക്കാൻ മാറുകയാണ്. കൺസിസ്റ്റൻസി ഉള്ളത് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്താണ്. ഡോക്ടർ ഐസക് ഒരു മാറ്റം സംഭവിക്കുന്നത്. ബ്ലോക്കിലാരോ നിങ്ങൾ കൈവശം തന്ന പോലെയാണ്. അതൊരു പൊളിറ്റിക്കലാണ് അല്ലേ? പിന്നെ നിശ്ചയമായിട്ട് പൊളിറ്റിക്കലാണ്. ബ്ലോക്ക് പൊളിറ്റിക്കലാണ്. അതൊരു സൂചകമാണ്. നിശ്ചയമായിട്ട് BJP മുന്നിലുണ്ടായിരുന്ന ഒരു മുനിസിപ്പാലിറ്റി പോയി, ഇപ്പൊ 0 ആയത്. അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇടയ്ക്ക് വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അജിത്തെ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. പക്ഷേ എങ്കിൽ പോലും ആന്റണി രാജു പറഞ്ഞതുപോലെ UDFന് പിഴച്ചു. 60+ എന്നുള്ള കണക്കുകൂട്ടൽ അത് പാളിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും UDFന്റെ ഒരു രാഷ്ട്രീയ പരാജയത്തിന്റെ സൂചകങ്ങൾ വേണമെങ്കിൽ നിന്ന് വായിച്ചറിയാം. ഒരു അരുവിക്കരയുടെയും ഇതുവരെയുള്ള കേരള നിയമസഭ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് UDFന് തിരിച്ചടി എന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ വിലയിരുത്തേണ്ടി വരും. കാരണം ഈ കണക്കിലാണെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയുമാണ് മാറി തിരിഞ്ഞും വരുന്നത്. മുനിസിപ്പാലിറ്റി UDFന് സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ 6-8 എന്ന നിലയിലാണ് സാധ്യത ആണ്. എങ്കിൽ അത് തിരിഞ്ഞ് 6-8 വന്നുകൂടായികയില്ല. അപ്പോൾ UDFന് ഒരു തിരിച്ചടി അല്ലെങ്കിൽ UDFന് അപ്രമാദിത്വമോ പ്രതീക്ഷിച്ച 60 കിട്ടിയില്ല, 50-ൽ താഴെ പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക്. തിരുവനന്തപുരത്ത് അജിത്തെ UDFനെ പിന്തള്ളി BJP 2ാം കക്ഷിയാകുന്നു. അത് അപ്രതീക്ഷിതമാണ്. ഞങ്ങൾക്ക് അപ്രതീക്ഷിതമല്ല. ഞങ്ങൾ വളരെ നേരത്തെ BJP ഒഴിച്ചുള്ളവർക്ക് അപ്രതീക്ഷിതമാണ്. അവിടെ LDFന്റെ UDFന്റെ കണക്കൂട്ടിലാണ് പിഴയ്ക്കുന്നത്. LDFന്റെ കണക്കൂട്ടിൽ അവിടെ പിഴയ്ക്കുന്നുണ്ട്.
ഇത് പിന്നെ ഒഴിവൂര് പറഞ്ഞ പോലെ അരുവിക്കരയെ കുറിച്ച് ഉമ്മൻചാണ്ടി നടത്തിയ പ്രവചനം ഇവിടെയാണ് ഭരിച്ചത്. ഇപ്പൊ ഇവിടെയാ വരുന്നത്. ഉമ്മൻചാണ്ടി ഇപ്പൊ ഇവിടുന്ന് താമസം മാറ്റി പുതുപ്പള്ളിയിലേക്ക് പോകേണ്ടി വരും. എന്താണ് തിരുവനന്തപുരത്തും ജഗതിയിലാണ് ഇപ്പൊ താമസിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹം പുതുപ്പള്ളിയിലേക്ക് തിരിച്ചു പോകേണ്ടതായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അല്ല, ഉമ്മൻചാണ്ടി ഇടയ്ക്കിടയ്ക്ക് എല്ലാ ആഴ്ചയിലും തിരിച്ചു പോകുന്നുണ്ട്. അല്ല, അത് പോരാ. കാരണം വീണ്ടും തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ UDF നേതാക്കന്മാർ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് LDF-ന് തിരിച്ചടികൾ വന്നുകൊണ്ട്, എന്നാൽ ഇന്നിപ്പോൾ LDF-ന് മുൻകൈ വരുന്നു. അത് ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഇപ്പോൾ വിജയം പറഞ്ഞാൽ വളരെ ശരിയാണ്. അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുണ്ട് യാതൊരു സംശയം എനിക്കില്ല. ഡോക്ടർ ഐസക്, ഒരു ചോദ്യം കൂടി. ഒരുപക്ഷെ UDF മുന്നണിയിൽ ഇത് എങ്ങനെയായിരിക്കും ഇതൊരു രാസപരിപാലനത്തിന്? UDF മുന്നണി ഇപ്പോൾ തന്നെ 5-ാം തീയതി KM മാണിയുടെ രാജികയുടെ കാര്യം പറയാം എന്നല്ലേ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം നാളെ നോക്കിക്കോളൂ, ആദ്യത്തെ വെടി പൊട്ടും. അതൊക്കെ ആ പാർട്ടികൾ അങ്ങനെ തന്നെ പാർട്ടിയായിട്ട് നിൽക്കണമെന്നില്ല. പാർട്ടികൾ വേണമെങ്കിൽ വിഭജിക്കപ്പെടാം. ചിലർ തിരിച്ച് UDF തന്നെ നിൽക്കാം, അല്ലെങ്കിൽ വേറെ പോകാം. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഈ ക്യാരംസ് കളിക്കുമ്പോൾ ചെറുന്ന പോലെ ചേറാൻ പോയിരിക്കും. സൂചനയുണ്ട്, സൂചനയുണ്ട്, ദുസൂചനയല്ല. അല്ല, ഞാനെന്താ വെച്ചാൽ ഒരു പക്ഷേ ഒരു കടുവയോ പുലിയോ ഒന്ന് മുമ്പോട്ടാകുന്നതിന് മുമ്പ് പിന്നോട്ട് വലിയുന്ന രൂപത്തിലാണ് ഇപ്പോൾ ആന്റണി രാജു ഇരിക്കുന്നത്. അതായത് ഇപ്പം ഐസക് പറഞ്ഞല്ലോ, അതായത് ചില പരിണാമങ്ങൾ ഉണ്ടാവും. നോക്ക് ആന്റണി രാജുവിന്റെ ഇരിപ്പ്. അജിത്തെ ശ്രദ്ധിച്ചൊന്ന് നോക്ക്. മുനിസിപ്പാലിറ്റിയിൽ UDF മുന്നോട്ട് വന്നു 46. ജില്ലാ പഞ്ചായത്തിൽ 7-7, ജില്ലാ പഞ്ചായത്തിൽ 7-7, അല്ല 8-6, വീണ്ടും മാറി. ഇതാ ഒരു സെക്കൻഡ് കൊണ്ട് മാറി. അതായത് മുനിസിപ്പാലിറ്റി കട്ടയ്ക്ക് 42-43. ബ്ലോക്കിൽ മാത്രം ഡോക്ടർ ഐസക്കിന്റെ മുന്നണിക്ക് ഒരു മാറ്റമില്ല, അചഞ്ചലമായി പോകും.